ഹേ വാട്ട്സ് അപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രിംഗ് പാലിൻഡ്രോം ആണ്. ഇതേപോലെ തന്നെ നമ്പർ പാലിൻഡ്രോം ഉണ്ട്. അത് നമ്മൾ ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത റിവേഴ്സ് ഓഫ് നമ്പർ പോലെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പാലിൻഡ്രോം ആണ്, സ്ട്രിംഗ് പാലിൻഡ്രോം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം, പാലിൻഡ്രോം എന്താണെന്ന് അറിയണം. പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മലയാളം എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ ആ വേർഡ് നേരെ തിരിച്ചെഴുതിയാലും നമുക്ക് മലയാളം തന്നെ വായിക്കാം. അതേപോലെ തന്നെ ലെവല്, അത് തിരിച്ചെഴുതിയാലും ലെവലിൽ തന്നെ വായിക്കാം. അപ്പോൾ അത് അങ്ങനത്തെ വേർഡ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് സഫ്വാൻ. ലെറ്റ്സ് റോൾ ദ വീഡിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രിംഗ് പാലിൻഡ്രോം ആണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് കമ്പൈലർ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് string.h ഇൻറ്റ് മെയിൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു പുതിയൊരു ഹെഡർ ഫയലും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രിംഗ് ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് string.h എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. സ്ട്രിംഗ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതായതുകൊണ്ട് ക്യാറിലാണ് എന്ത് ചെയ്യുക, അത് ഡിക്ലെയർ ചെയ്യുക. ക്യാറെന്ന് കൊടുക്കുക, സ്ട്രിങ്ങിനൊരു പേര് കൊടുക്കുക, str, വേരിയബിളിൻ്റെ നെയിം, ലെങ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഐ കൊടുക്കുക, കാരണം നമുക്ക് ലൂപ്പ് വേണം. അതേപോലെ തന്നെ ഫ്ലാഗ് എന്ത് ചെയ്യുക, പിന്നെ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മളൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഇവൻ്റ്, അതായത് എന്താ പറയുക, ഒരു ഇപ്പോൾ ഇഫെൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രൂ ഓർ ഫാൾസ് കൊടുക്കുന്നതാണ്. എന്താണെന്നുള്ള പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രിൻ്റ് എന്ത് ചെയ്യുക, യൂസറോട് പാലിൻഡ്രോം എൻ്റർ ചെയ്യാൻ പറയാം. എൻ്റർ എ പാലിൻഡ്രോം എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്കാനഫിൽ യൂസറെ കയ്യിൽ നിന്ന് ആ വാല്യൂ സിസ്റ്റം മേടിച്ച് വെക്കുകയാണ്. %d അല്ല, %c ആംപർസെൻഡ് ഓഫ് സ്ട്രിങ് str. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് പിന്നെ നമ്മൾ ലെങ്ത്ത് നമുക്ക് അറിയണം. അപ്പോൾ ലെങ്ത്ത് അറിയാനായിട്ട് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു, നമുക്ക് ലെങ്ത്ത് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് സ്ട്രിങ്ങിൻ്റെ. അപ്പോൾ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു str len ഓഫ് str. അതായത് ഇതിൻ്റെ str lenൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് അത് കൊടുക്കുക. ഈ str len എന്ന് പറയുന്നത്, str ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് സി പ്രോഗ്രാമിങ്ങിൽ ഉള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുക. എന്നിട്ട് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലൂപ്പ് ഓപ്പൺ ചെയ്യുക. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ ലെങ്ത് ബൈ 2. അതായത് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്, i ചെക്ക് ചെയ്യുന്നത് ലെങ്ത് ബൈ 2 വരെയാണ്. എന്നിട്ട് i++ കൊടുക്കുക. ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇഫ് str ഓഫ് i, അതായത് സ്ട്രിങ്ങിലെ ഒരു എന്ത് ചെയ്യുക, സ്ട്രിങ്ങിലെ ഒരു വാല്യൂ എന്ത് ചെയ്യണം, നോട്ട് ഈക്വൽ ടു, അതായത് ഈക്വൽ ആവരുത്. നോട്ട് ഈക്വൽ ടു എന്താണ്, നോട്ട് ഈക്വൽ ടു സ്ട്രിങ് ഓഫ്, നോട്ട് ഈക്വൽ ടു എന്താണ്, ലെങ്ത് മൈനസ് i മൈനസ് 1 എന്ന് കൊടുക്കുക. ലെങ്ത് മൈനസ് i മൈനസ് 1 എന്ന് കൊടുക്കുക. ലെങ്ത് മൈനസ് i മൈനസ് 1. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുക.
ഫ്ലാഗ് ഈസ് ഈക്വൽ ടു ഇപ്പം നമ്മൾ 1 ആണ് കൊടുത്തത്. അതായത് ഈ ഒരു കണ്ടീഷന് പിന്നെ ഫാൾസ് ആക്കി വെക്കുക. അതായത് ഇത് തെറ്റായ കണ്ടീഷനാണ്. അപ്പോൾ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത്, ഈ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1, ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ, ഫ്ലാഗ് അതായത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ട്രിങ് പാലിൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ഒരു വൃത്തിക്ക് %c ഈസ് എ പാലിൻഡ്രോം, അതായത് നമ്മൾ എൻ്റർ ചെയ്ത സ്ട്രിങ് എന്ന് പറയുന്നത് ഈസ് എ പാലിൻഡ്രോം അല്ല, ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഈസ് എ പാലിൻഡ്രോം, അതല്ല ഫാൾസ് ആണെന്നുള്ള കേസ് ആണെങ്കിൽ എൽസിൽ എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യുക, %c ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന് കൊടുക്കുക. നോട്ട് എ പാലിൻഡ്രോം. ഈ %c എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കേസിൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് ആണ് %c എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇവിടെയും സ്ട്രിങ് കൊടുക്കാണ്ട്, കാരണം അതാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റൺ കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ സോറി, നമ്മൾ എത്ര ഇതാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. 100 ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് മീൻസ് സ്ട്രിങ്ങിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വേറെ കൊടുക്കുക. ഇൻറ്റ് ലെങ്ത് i ഫ്ലാഗ് ഈക്വൽ ടു 1. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുക. ഇവിടെ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ സെമിക്കോളൻ ഇടുക. ഓക്കെ. ഇനി പാലിൻഡ്രോം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പാലിൻഡ്രോം എൻ്റർ ചെയ്യാം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ലെവലിൽ നിന്ന് തിരിച്ചെഴുതിയാലും ലെവൽ തന്നെയാണ് കൊടുക്കുക. ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഈസ് നോട്ട് എ പാലിൻഡ്രോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നും കൂടി റൺ ചെയ്തിട്ട് നമുക്ക് പാലിൻഡ്രോം അല്ലാത്ത കൊടുക്കാം, ഹായ് എന്ന് കൊടുക്കാം. അപ്പോഴും നോട്ട് എ പാലിൻഡ്രോം ആണ് വരുന്നത്. അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ %c അല്ല, ഇവിടെ %s ആണ്. കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, പക്ഷെ അത് സ്ട്രിങ്ങിലേക്ക് ആയതുകൊണ്ട് %s ആണ് കൊടുക്കുന്നത്. %s അതേപോലെ തന്നെ %s മേ ബി അതാവാം കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. %s എന്നിട്ട് റൺ കൊടുക്കുക. പാലിൻഡ്രോം എൻ്റർ ചെയ്യുക. ലെവൽ ഈസ് എ പാലിൻഡ്രോം ആണ്. അതേപോലെ തന്നെ ഇനി പാലിൻഡ്രോം അല്ലാത്ത കേസ് എൻ്റർ ചെയ്യാം. എന്താണ് പാലിൻഡ്രോം അല്ലാത്ത കേസ്? ഹായ്. അത് പാലിൻഡ്രോം അല്ല. ഹായ് ഈസ് നോട്ട് എ പാലിൻഡ്രോം. അപ്പോൾ ഇതിലുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഡാറ്റ ടൈപ്പിൻ്റെ %d ഒന്ന് %s അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലോജിക്ക് കണ്ടെത്തണം. വാട്ട് ഈസ് ദ ലോജിക്? അപ്പോൾ ലോജിക്ക് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ് ഓഫ് ലെങ്ത്തിൽ ഇപ്പം ഞാനിപ്പോൾ മലയാളം ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ലെവലിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ റൺ ചെയ്ത് വെക്കുക. ലെവൽ ഓക്കെ. അപ്പോൾ ഈ ലെവലിൽ ഈ നമ്മൾ അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലൂപ്പ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെങ്ത് ബൈ 2, അതായത് നമ്മൾ എൻ്റർ ചെയ്ത ലെവലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 2, 4, 5 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 5/2 എന്ന് പറയുകയാണെങ്കിൽ പിന്നെ 2 2 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, 2 വരെ ആ ഒരു പിന്നെ ലൂപ്പ് ചെക്ക് ചെയ്യുള്ളൂ. മിഡിലായിട്ടുള്ള എന്ത് ചെയ്യും, ക്യാരക്ടറിനെ അതിന് ഒഴിവാക്കും. അപ്പോൾ ആദ്യം L ചെക്ക് ചെയ്യും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഇവിടെ കമൻ്റ് ആയിട്ട് എഴുതുന്നുണ്ട്, L ചെക്ക് ചെയ്യും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, L ചെക്ക് ചെയ്യും. അതായത് L ചെക്ക് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ L അതേപോലെ തന്നെ ഇവിടെ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ
ഇവിടെ ഈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ഒരു സൈഡിൽ. ഈ രണ്ട് സൈഡും കൂടി കമ്പയർ ചെയ്യാൻ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ലെങ്ത് 5 - 0 - 1 ആണെന്നുണ്ടെങ്കിൽ 4ആണ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്യും. ആദ്യം പിന്നെ 0യിലുള്ള കേസ് ചെക്ക് ചെയ്യും, പിന്നെ അത് ചെക്ക് ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഇപ്പൊ ലെവൽ എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ എല്ലും ഇയും അപ്പുറത്തെ എന്ത് ചെയ്യും, ഇയും എല്ലും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എല്ല് ഇയും മാത്രമേ ഈ ഒരു കേസിൽ ചെക്ക് ചെയ്യുള്ളൂ. ലെവലിന്റെ കേസിൽ മലയാളം എന്നുണ്ടെങ്കിൽ MAL A, അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് MALA എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യും. നടുവത്തെ വാല്യൂന്ന് ഒഴിവാക്കും. ഇപ്പൊ ലെവൽ എന്നുള്ള കേസിൽ V ആണ് നടുവത്തെ വാല്യൂ. അപ്പൊ ആ വീനെ എന്ത് ചെയ്യും, ഒഴിവാക്കും. ബാക്കിയൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ കണ്ടീഷൻ നമ്മൾ ഫാൾസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ, നോട്ട് ഈക്വൽ ടു ആണ്, ഈക്വൽ ആവരുത് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്, ഫാൾസ് ആക്കിയിട്ടാണ് കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ എന്ത് ചെയ്യണം, പാലിൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്യണം. ട്രൂ അല്ല, അത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാലിൻഡ്രോം അല്ല എന്ന് പ്രിന്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ പാലിൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ്ങിലെ രണ്ട് സൈഡത്തെ, അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സൈഡത്തെ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യുക. എന്നിട്ട് കുറച്ച് സെക്കൻഡ് ലാസ്റ്റും ഫസ്റ്റ് ലാസ്റ്റത്തെയും സെക്കൻഡ് ലാസ്റ്റും അതേപോലെ തന്നെ ലാസ്റ്റിന്റെ തൊട്ട് മുമ്പത്തെ ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രിങ് ആണെന്ന് പ്രിന്റ് ചെയ്യും. ഇത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ആ ലൂപ്പ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ എല്ലും കമ്പയർ ചെയ്യും. അപ്പോൾ എല്ലും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കേസിൽ ഇവിടെ കമ്പയർ ചെയ്യുക എന്താണ്, എല്ല് ഇയും ആണ്. അപ്പോൾ എല്ലും ഓൾറെഡി കമ്പയർ ചെയ്ത് പിന്നെ ഇയും എല്ലും കമ്പയർ ചെയ്യും. പിന്നത്തെ കേസത്ത് എന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്യില്ല. കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാലിൻഡ്രോം ആണെന്നുണ്ടെങ്കിൽ മിഡിലുള്ള വാല്യൂവിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കമ്പയർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.